ഹലോ, നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലൂടെ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഒരു കുഞ്ഞ് ഓണം പർച്ചേസ് വീഡിയോ ആണ് ഗൈസ്. കാരണം നമ്മുടെ ഓണം സെലിബ്രേഷനാണ് നാളെ. അതുമാത്രമല്ല, ഞാൻ ഡ്രസ്സ് എടുത്തിട്ടില്ല, ഓണക്കോടി എടുത്തിട്ടില്ല. അപ്പോൾ അമ്മ പറഞ്ഞു നമ്മുടെ ഇവിടെ നിന്ന് തന്നെ ചേർത്തലയിൽ നിന്ന് എടുത്തിട്ട് വീട്ടിലോട്ട് വരാൻ, അല്ലെങ്കിൽ വീട്ടിൽ പോയി പിന്നെ ഒന്നിനും സമയം കാണത്തില്ല ഗൈസ്. അതുകൊണ്ട് എൻ്റെ ഒരു ഓണക്കോടി ഷോപ്പിംഗ്, പിന്നെ നമ്മുടെ സെലിബ്രേഷൻ്റെ ഭാഗമായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കൽ, അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതെല്ലാം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ PG ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ നമ്മുടെ ചേർത്തലയിലോട്ടാണ് പോകുന്നത്. ഇങ്ങോട്ട് നമ്മൾ ചേർത്തലയിലോട്ട് ബസ്സിലാണ് പോകുന്നത്. വണ്ടിയൊക്കെ വരുന്നുണ്ട്, അതായത് നമുക്ക് ബസ്സിലൊക്കെ കയറിയിട്ട് കാണാം. നമ്മൾ ബസ് കയറാൻ നിൽക്കാൻ, നമ്മുടെ ബസ് വന്നു കഴിച്ചു. നമുക്ക് ബസ് എത്തിയിട്ടുണ്ട് ഗൈസ്. ബസ് എത്തിയ പാടെ തന്നെ ഞാൻ ചാടി അതിനകത്തോട്ട് കയറിയിട്ടുണ്ട്. പ്രൈവറ്റ് ബസ് ആയതുകൊണ്ട് തന്നെ അതിനകത്ത് പാട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഓൺ വോയിസ് കൊടുക്കാം. അത് മാത്രമല്ല, നമ്മളിനി പോകുന്ന കടകളിൽ മിക്കതിലും നല്ല തിരക്കായതുകൊണ്ട് അതിൻ്റെ സൗണ്ട് കാണും, നല്ല റഷ് ഉണ്ട്, പിന്നെ പാട്ടൊക്കെ കാണും. അപ്പോൾ ചേർത്തലയിൽ എത്തി ആദ്യം നമ്മൾ പോയത് ചേർത്തലയിൽ പുതുതായിട്ട് തുടങ്ങിയ ഫാൻസി സ്റ്റോറിലോട്ടാണ്. ഈ കാർ കണ്ടപ്പോഴത്തേക്കും നന്ദുവിൻ്റെ എടുത്ത് കൊടുത്തിട്ട് എടുത്തോളാൻ പറഞ്ഞു. എന്നിട്ട് നമ്മൾ ഈ കാര്യമായിട്ട് നോക്കുന്നത് നമ്മുടെ ഓണം സെലിബ്രേഷൻ ഇടുന്ന ആ ഡ്രസ്സിൻ്റെ കൂടെ ഇടാൻ പറ്റിയ കമ്മലാണ്. നമ്മുടെ കയ്യിൽ ഒരെണ്ണം ഉണ്ടായിരുന്നു, എന്നാലും ഇവിടെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കി. എന്നിട്ട് ഇവിടെ ചെരുപ്പും സാധനങ്ങളും എല്ലാം നോക്കിയെങ്കിലും ഇവിടുന്ന് ഒരു സാധനം പോലും നമ്മൾ എടുത്തില്ല ഗൈസ്. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കാര്യമായി നടന്നു പോകുന്നത് അടുത്ത കടയിൽ കയറാൻ വേണ്ടിയിട്ടാണ്. ഒരു 2-3 കടകളിലെങ്കിലും നമ്മൾ കയറി ഇറങ്ങി കാണും. ഈ മാല ഞാൻ വെച്ച് നോക്കുന്നത് നമ്മുടെ ഡ്രസ്സിൻ്റെ കൂടെ മാച്ച് ആവുമെന്നാണ്. പക്ഷേ ഈ മാല നമ്മുടെ ഡ്രസ്സിൻ്റെ കൂടെ മാച്ച് ആവുന്നില്ലായിരുന്നു. അപ്പോൾ ഇതിൻ്റെ തന്നെ സെയിം ഒരു ഗോൾഡൻ ഷെയ്ഡിലെ മാലയാണ് നമ്മൾ എടുത്തത്. ഞങ്ങൾക്ക് ഈ മാല ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഗൈസ്. ഈ ഒരു ഫാൻസിയിലാണ് നമ്മൾ എപ്പോഴും വരുന്നത്. ഏതൊക്കെ കടയിൽ കയറി ഇറങ്ങിയാലും അവസാനം ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സാധനങ്ങളും കിട്ടാറുണ്ട്. അങ്ങനെ ഞങ്ങൾ ആ മാല തുറന്ന് നോക്കി അത് സെലക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ആ മാലയും 2-3 ഒരു ക്ലിപ്പും ഒക്കെ കൂടെ സെലക്ട് ചെയ്തു. എന്നിട്ട് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവക്ക് ഭ്രാന്താണ് ഗൈസ്. ഇവക്ക് നെയിൽ പോളിഷ് കണ്ടാൽ ഭ്രാന്താണ്. ഇവളെ ഓരോന്നൊക്കെ കാണിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് അവിടുത്തെ ബ്രഷ് എടുത്ത് എൻ്റെ മുഖത്തിട്ടൊക്കെ വരയ്ക്കുന്നുണ്ട്. ഇതാണ് ഞങ്ങളുടെ ഒരു ഹോബി. എന്നിട്ട് അവിടുന്ന് സാധനങ്ങളെല്ലാം വാങ്ങിച്ചിറങ്ങിയിട്ട് ഇനി നേരെ നമ്മൾ പോകുന്നത് നമ്മുടെ ട്രെൻഡ്സിലോട്ടാണ്. ഞാൻ പറഞ്ഞല്ലോ ഡ്രസ്സ് എടുക്കണമെന്ന്. അപ്പോൾ ട്രെൻഡ്സിലോട്ട് തുറന്ന് നമ്മൾ അകത്തോട്ട്, ഞാൻ കുടയെല്ലാം മടക്കി അകത്ത് വെക്കുകയാണ്. ട്രെൻഡ്സിൽ കയറി ഞങ്ങൾ എല്ലാവരും കൂടെ പോകുമ്പോൾ ഒരു രസമാണ് ഗൈസ്. എല്ലാവരോടും ഇങ്ങനെ പോകുമ്പോഴത്തേക്കും ഒരു രസമാണ്. ആദ്യം തന്നെ ഞാൻ പോയത് പാൻറ്റ് നോക്കാൻ, അതായത് ജീൻസ് നോക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്കൊരു കാർഗോ പാൻറ്റ് വേണമായിരുന്നു. പക്ഷേ ഞാൻ അവിടെ നോക്കിയിട്ട് എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. ഞാനും നന്ദുവും ഞങ്ങളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പല വഴിക്ക് തിരഞ്ഞു നടക്കുകയാണ്, ഓരോന്ന് നോക്കി. വലിയ കളക്ഷൻ ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. സാധാരണ നമ്മുടെ ചേർത്തല ട്രെൻഡ്സിൽ നല്ല കളക്ഷൻസൊക്കെ വരാറുണ്ട് ഗൈസ്. പക്ഷേ എനിക്ക് ഇന്ന് ചെന്നപ്പോഴത്തേക്കും വലുതായിട്ടൊന്നും ഇഷ്ടപ്പെട്ടില്ല. ഞങ്ങൾ കുറേ നേരം തപ്പി രണ്ടുപേരും 2 വഴിക്ക് നടന്നിട്ടും ഒരെണ്ണം ഞാൻ എടുത്തു, ട്രൈ ചെയ്തു. പക്ഷേ കണ്ടപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടു. പക്ഷേ അത് ട്രൈ ചെയ്തപ്പോഴത്തേക്കും വലിയ രസമുള്ളതായിട്ട് തോന്നിയില്ല ഗൈസ്. ഞാൻ ഈ അന്വേഷിക്കുന്നത് പാൻറ്റാണ്. അങ്ങനെ മുകളിൽ നിന്ന് നമ്മൾ താഴെ ഇറങ്ങിയിട്ട് താഴത്തുനിന്ന് നന്ദു സെലക്ട് ചെയ്ത് തന്നതാണ് ഗൈസ് ഈ ടോപ്പ്. എങ്ങനെയുണ്ട്? ഇതെൻ്റെ ഓണക്കോടിയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളത് തന്നെ ഫിക്സാക്കി. നന്ദു പറഞ്ഞ് ഇതൊക്കെയാണ് ഞാൻ ഈ കാണിച്ചുകൊണ്ട് നിൽക്കുന്നത്. എന്നിട്ട് നേരെ നമ്മൾ ബില്ലടിക്കാൻ വേണ്ടിയിട്ട് പോയി. ബില്ലടിക്കാൻ ഞാൻ ചെന്ന് നിൽക്കുമ്പോഴത്തേക്കും ഇങ്ങനെ പറഞ്ഞാൽ നീ ഏറ്റെടുത്തു, ഞാനല്ലല്ലോ ഇതിൻ്റെ ആളെന്നാണ് ഞാൻ അവളോട് പറയുന്നത്. അങ്ങനെ നിങ്ങളെല്ലാവരും ഓണക്കോടിയൊക്കെ വാങ്ങിച്ചോ? എല്ലാവരും ഓണമൊക്കെ സെലിബ്രേറ്റ് ചെയ്തോ? ഞാൻ ഓണത്തിൻ്റെ അന്നായിരിക്കുമല്ലോ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓണക്കോടിയൊക്കെ എടുത്തോ? എങ്ങനെയായിരുന്നു നിങ്ങളുടെ ഓണം എന്നൊക്കെ കമൻറ്റ് ചെയ്യണം. നമ്മുടെ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണണം ഗൈസ്. ഇത് ഇടയ്ക്ക് വെച്ചാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ആദ്യം തൊട്ട് സ്കിപ്പ് അടിക്കാതെ നിങ്ങൾ കാണണം. അങ്ങനെ ട്രെൻഡ്സിൽ നിന്ന് ഇറങ്ങി നമ്മൾ വന്നു. കുറേ പൂവ് നമ്മുടെ ചേർത്തല സ്റ്റാൻഡിൻ്റെ ആ റോഡിൻ്റെ സൈഡിൽ കുറേ പൂവ് ഇങ്ങനെ വയ്ക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ നേരെ പോയി നമ്മുടെ യുണീക്ക് കെയറിലോട്ടാണ്. എൻ്റെ പിരികം ഒന്ന് ത്രെഡ് ചെയ്തൊന്ന് ഷേപ്പാക്കി എടുക്കണമെന്നായിരുന്നു. അപ്പോൾ ഞങ്ങൾ നേരെ പോയി നമ്മുടെ യുണീക്ക് കെയറിലോട്ടാണ്. ഞാൻ അകത്ത് കയറിയപ്പോഴത്തേക്കും നന്ദു ഇവിടെ ഇരുന്ന് ഓരോരോ വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്തു. എന്നിട്ട് നമ്മൾ ത്രെഡ് ചെയ്തിട്ട് ഞാൻ വെളിയിൽ ഇറങ്ങിയിട്ട് നന്ദു പറയുന്നത് ഇവിടത്തെക്കുറിച്ച് 2 വാക്ക് പറയാനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ അടിപൊളി സർവീസാണ്, ഇവിടെ ടാറ്റു സ്റ്റുഡിയോ ഒക്കെ ഉണ്ട് എന്നാണ് പറഞ്ഞു വരുന്നത്. അങ്ങനെ അവിടുന്ന് നമ്മുടെ ത്രെഡിങ് എല്ലാം കഴിഞ്ഞ് നമ്മൾ വെളിയിൽ ഇറങ്ങി. ഇനി നേരെ പോകുന്നത് നമുക്ക് വേണ്ടിയിട്ടുള്ള പൂ വാങ്ങിക്കാനാണ്. അതായത് നമ്മുടെ സെലിബ്രേഷൻ, നമ്മൾ ഓണത്തിന് മുല്ലപ്പൂ ഇല്ലാതെ എന്ത് ഓണമാണ് ഗൈസ്. അതുകൊണ്ട് നമ്മൾ പൂ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഞാനും നന്ദും കൂടെ. ഞാൻ വിചാരിച്ചു പൂവിന് നല്ല വിലയായിരിക്കുമെന്ന്. പക്ഷെ ഒരു മുഴം 50 രൂപയായിരുന്നു. നമ്മുടെ പൂവിന് അത്ര വിലയില്ലാത്ത സമയത്ത്, പൂവിൻ്റെ സീസൺ ആയിരുന്ന സമയത്ത് ഇത്രയും വിലയൊന്നും വരാറില്ല. ആദ്യം ഞാൻ ഈ കയറി പോകുന്നത് വാച്ച് ഒന്ന് കട്ട് ചെയ്യണമായിരുന്നു ഗൈസ്. ഇപ്പോൾ വാച്ച് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കയറി. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ആയിരുന്നു നമ്മുടെ പൂക്കട. നമ്മൾ എല്ലാ വർഷവും
ഈ ഒരു ചേച്ചിയുടെ കടയിൽ നിന്നാണ് നമ്മൾ മുല്ലപ്പൂ വാങ്ങുന്നത്. അപ്പോൾ വന്ന ഉടനെ തന്നെ ചേച്ചിയോട് പറഞ്ഞു ഇത്ര മുഴം പൂവ് എടുത്തോളാൻ പറഞ്ഞു. അപ്പം ഞങ്ങൾ ഒരു 2 മുഴമാണ് എടുത്തത്. ഒരു മുഴത്തിന് 50 രൂപ വെച്ച് നമ്മൾ 2 മുഴം പൂവ് എടുത്തിട്ടുണ്ടായിരുന്നു. പൂവും വാങ്ങിച്ച് ഞങ്ങൾ ഈ റോഡിലെ തിരക്ക് കണ്ട് അതിശയിച്ച് ഇങ്ങനെ നടക്കുന്നത് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചാണ്. കാരണം നമ്മൾ ഉച്ചയ്ക്ക് ഇറങ്ങിയതാണ്, വൈകുന്നേരം ആയപ്പോഴത്തേക്ക് നമ്മൾ ക്ഷീണിച്ച്, കാരണം നല്ല വെയിലുണ്ടായിരുന്നു. അതുപോലെ റോഡിലൊക്കെ തിരക്കായിരുന്നു ഗൈസ്. നമ്മൾ പൂരാടമല്ല, അതിന് മുമ്പുള്ള ദിവസമാണ് പോയത്. അതുകൊണ്ട് ഓണത്തിൻ്റെ തിരക്കായിരിക്കും, ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ നമ്മൾ പോക്കറ്റ് ഡിന്നറിലോട്ടാണ് വന്നേക്കുന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഷെസ്വാൻ ഫ്രൈഡ് റൈസും പിന്നെ തന്തൂരി ചിക്കനുമാണ് ആദ്യം ഓർഡർ ചെയ്തത്. നല്ല അടിപൊളി ഫുഡായിരുന്നു. ആദ്യം തന്നെ നന്ദു എടുത്ത് വെച്ച് നല്ല സൂപ്പറായിട്ട് അടിച്ച് വിടുന്നുണ്ട്. എന്നിട്ട് പറയുന്നത് അടിപൊളിയാണ്, അവൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടെന്നാണ്. അപ്പോൾ അവളുടെ റിവ്യൂ കേട്ടിട്ട് ഞാൻ കഴിക്കാമെന്ന് വിചാരിച്ചു ഗൈസ്. ഞാൻ വലിയ ആൾ കളിച്ച് തന്തൂരി ചിക്കൻ കണ്ടപ്പോഴത്തേക്കും പോസ്റ്റ് ഇട്ടിരിക്കുന്നത് തംലീൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഗൈസ്. ഞാൻ അവളോട് പറയുന്നുണ്ട് തംലീൻ ആക്കണം ഇതെന്ന്. അപ്പോൾ നമ്മുടെ ഷെസ്വാൻ ഫ്രൈഡ് റൈസ് ഞാൻ വലിയ ജാട അടിച്ച് ഷോ കാണിച്ച് സ്പൂൺ കൊണ്ടൊക്കെയാണ് ഗൈസ് കഴിക്കുന്നത്. അവസാനം ഈ സ്പൂൺ താഴെ വെച്ചിട്ട് ഞാൻ കഴിക്കുന്നുണ്ട്. അതും നിങ്ങൾക്ക് കാണാൻ പറ്റും ഗൈസ്. ഞങ്ങൾ ഫുഡ് മാത്രമല്ല ഓർഡർ ചെയ്തത്, അതിൻ്റെ കൂടെ മൊയ്റ്റോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അമ്മയെ ഫോൺ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അമ്മയുടെ ഓണം സെലിബ്രേഷൻ അന്നായിരുന്നു നമ്മൾ പോയത്, അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ അമ്മയോട് പറഞ്ഞു. നമ്മൾ ഗ്രീൻ ആപ്പിൾ മൊയ്റ്റോയും പിന്നെ പാഷൻ ഫ്രൂട്ട് മൊയ്റ്റോയും സോഡ ലൈമും ആയിരുന്നു ഓർഡർ ചെയ്തത്. പാഷൻ ഫ്രൂട്ടിൽ മൊയ്റ്റോ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, മൊത്തം സിറപ്പായിരുന്നു. പക്ഷേ പാഷൻ ഫ്രൂട്ട് അല്ല ഗൈസ്, ഗ്രീൻ ആപ്പിൾ മൊയ്റ്റോ മൊത്തം സിറപ്പായിരുന്നു. പാഷൻ ഫ്രൂട്ട് നല്ലതായിരുന്നു ഗൈസ്, അടിപൊളിയായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു കൊത്തു പൊറോട്ടയും കൂടെ ഓർഡർ ചെയ്ത്, കാരണം നമ്മുടെ വയറ് ഫില്ലായില്ല. അതുകൊണ്ട് നമ്മളൊരു കൊത്തു പൊറോട്ടയും കൂടെ ഓർഡർ ചെയ്തു. നല്ല അടിപൊളി കൊത്തു പൊറോട്ട ആയിരുന്നു. ഞാൻ ഫ്രൈഡ് റൈസ് എല്ലാം കഴിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ തന്തൂരി ചിക്കൻ ട്രൈ ചെയ്യുന്നത്. ഇതാണ് ഗൈസ് നിങ്ങൾ കാണുന്നത്. ഞാൻ സ്പൂണെല്ലാം മാറ്റി വെച്ച് അവസാനം കൈകൊണ്ട് കഴിച്ചു. അടിപൊളിയായിരുന്നു തന്തൂരി ചിക്കൻ, ആദ്യമായിട്ട് കഴിക്കുകയാണ്. അവിടുന്ന് ഫുഡും കഴിച്ച് ബില്ലൊക്കെ കൊടുത്ത് നമ്മൾ അവിടെ നേരെ ഇറങ്ങിയിട്ടുണ്ട്. അവിടുത്തെ മീനെ കണ്ടുകൊണ്ടാണ് ഞാൻ ഈ നോക്കി നിൽക്കുന്നത്. എന്നിട്ട് ഇനി നേരെ നമ്മൾ പീജിലോട്ട് പോവാണ്. ബസ്സിലാണ് ഗൈസ് നമ്മൾ തിരിച്ചു പോകുന്നത്. അപ്പം അടിപൊളി തിരക്കെന്ന് പറഞ്ഞാൽ ഇതുപോലെ തിരക്ക് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഒരു കുഞ്ഞ് ഷോപ്പിംഗ് വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഗൈസ് നമ്മുടെ ഓണം പർച്ചേസ് അല്ലേ, ഓണം ഷോപ്പിംഗ് വീഡിയോ ഇത് ഇത്ര ഉള്ളൂ. ഒരു കുഞ്ഞു വീഡിയോ ആണ്, എല്ലാവരും മൊത്തത്തിൽ കാണാൻ ശ്രമിക്കണം. അടുത്ത വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കോളേജിലെ ഓണം സെലിബ്രേഷൻ വീഡിയോ ആണ്. അത് ഏതായാലും നമ്മൾ അടിച്ച് പൊളിച്ച് തകർത്ത് തിമർത്ത് ആഘോഷിച്ചിട്ടുണ്ട്. ഇന്ന് ഇത് ഓണമാണ് ഗൈസ്, നമ്മൾ പൂവൊക്കെ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ ഒക്കെ പറയുന്നതായിരിക്കും. അപ്പോൾ ഏതായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഈ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ.